നമ്മൾ ഇന്നൊരു കോളിഫ്ലവർ കറി ഉണ്ടാക്കുകയാണ്. കറി ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നല്ല സ്റ്റീൽ, നല്ല നീളമുള്ള കത്തി തന്നെ വേണം. കാരണമൊന്നുമില്ല. നമുക്കൊരു കോളിഫ്ലവർ കറി ഉണ്ടാക്കിയാലോ? അതിനായി നമ്മളിവിടെ ഒരു കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്. അത് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുക്കുവാണേ. ഇപ്പോൾ കോളിഫ്ലവർ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ കട്ട് ചെയ്തെടുത്ത കോളിഫ്ലവറിനെ കഴുകി അതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത് ഒന്നുകൂടെ നമുക്കതിനെ തിളപ്പിച്ചെടുക്കാം. ഇനി നമുക്കൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണയും ഒഴിച്ച് കടുക് പൊട്ടിച്ച് മുളക് ഇട്ട് കറിവേപ്പിലയും ചേർത്തിട്ട് ഇതിലേക്ക് നമ്മൾ കോളിഫ്ലവർ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ കോളിഫ്ലവർ നല്ല ഫ്രൈ ആയിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, ഇത് ഹർത്താലായതുകൊണ്ട് ഞാൻ അമ്മയെ സഹായിക്കാനല്ല, എൻ്റെ ഭാര്യയെ സഹായിക്കാനായിട്ട് വന്നതാണ്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ സവാള കട്ട് ചെയ്തെടുക്കാം. സവാള, പച്ചമുളക്, ടൊമാറ്റോ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതെല്ലാം നമുക്ക് തയ്യാറാക്കി വയ്ക്കാം. എന്നിട്ട് നമ്മൾ കോളിഫ്ലവർ വറുത്ത് കോരിയ എണ്ണയിലേക്ക് നമുക്ക് സവാളയും പച്ചമുളകും ചേർത്ത് നന്നായി വഴട്ടാം. നന്നായി വഴണ്ട് വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് നന്നായിട്ട് വീണ്ടും വഴട്ടിയെടുക്കാം. ഈ വഴണ്ട് വന്നതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് നന്നായിട്ട് വഴട്ടാം. ഇനി ഇതിലേക്ക് ആവശ്യമായ ചൂടുവെള്ളവും ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ച് തിളയ്ക്കുമ്പോൾ ഇതിലേക്ക് കോളിഫ്ലവർ ചേർത്ത് നന്നായി ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇളക്കുക. ഈ സമയം നമുക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഗരം മസാല ചേർത്ത് നന്നായി ഇളക്കിയിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ ടൊമാറ്റോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ടൊമാറ്റോയും ചേർത്ത് പച്ചക്കറിവേപ്പിലയും അല്പം മല്ലിയിലയും അരിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് ഒന്നുകൂടെ നന്നായി മിക്സ് ചെയ്ത് നമുക്കിതിനെ അടച്ചു വെക്കാം. ഇപ്പം നമ്മുടെ കോളിഫ്ലവർ കറി റെഡി ആയിട്ടുണ്ട്. ഇത് നന്നായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.